ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെയ്യുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നെയ്യ് സാധാരണയും പ്രായമായവരിൽ കാണുന്ന മലബന്ധത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് നെയ്യ് ചെറിയ ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. മലബന്ധം മാറാനും അതുപോലെ ദഹന കുറവിനും ആയിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബ്ലംസിനും എല്ലാം ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഗ്യാസിനും എല്ലാം ഇത് വളരെ നല്ല ഒരു ഔഷധമാണ്. നെയ്യ് മാത്രമല്ല, ജീരക വെള്ളത്തിലും 1 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് ആഹാരത്തിന് ശേഷം രാവിലെയോ ഉച്ചയ്ക്കോ കഴിക്കുന്നതും ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ തന്നെ ആസിഡിറ്റി, അതുപോലെ തന്നെ IBS പോലത്തെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിനെല്ലാം വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കെല്ലാം ഈ നെയ്യുടെ സേവനം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്യും 1/2 ടീസ്പൂൺ നെയ്യും അതുപോലെ 1-2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വളരെ ഫലപ്രദമായിരിക്കും. അവർക്ക് ആർത്തവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വയറുവേദന, ഗ്യാസ്, ഛർദിൽ, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ്. നെയ്യ് 1/2 ടീസ്പൂണ് 1-2 നുള്ള് കായപ്പൊടിയായിട്ട് ഇട്ട് ചൂടാക്കി കഴിക്കുന്നത്. ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം ഈ നെയ്യും കായപ്പൊടിയും ചേർന്ന ഈ മിശ്രിതം കഴിക്കാൻ ശ്രദ്ധിക്കുക പെൺകുട്ടികൾ. അതുപോലെ തന്നെ നെയ്യും മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് ഫേസിൽ, മുഖത്ത് ഒരു മാസ്ക് കണക്ക് പുരട്ടുകയാണെങ്കിൽ അത് അതായത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദമാണ്. 10 മിനിറ്റ് നേരം ഇതിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പയർ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. അത് വളരെ ഫലപ്രദമാണ്. മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുഖത്തുള്ള കറുത്ത പാടുകളെല്ലാം മാറാനും ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ കുട്ടികൾക്കും നെയ്യുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അവരുടെ ശാരീരിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും എല്ലാം നെയ്യുടെ ഉപയോഗം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് അതിൻ്റേതായ അളവിൽ കൊടുക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ 1-2 ഡ്രോപ്പ് അല്ലെങ്കിൽ 1-2 തുള്ളി നെയ്യ് ഒരു ദിവസം 1-2 തുള്ളി നെയ്യ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 1 ടീസ്പൂൺ നെയ്യ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം. അതുപോലെ തന്നെ 5 വയസ്സിന് കൂടുതലുള്ള കുട്ടികൾക്ക് ഇതുപോലെ 1-2 ടീസ്പൂൺ നെയ്യ് ഒരു ദിവസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കുട്ടികളിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെയുള്ള ബോൺസിനുണ്ടാകുന്ന ബോൺ സ്ട്രെങ്തിനുമൊക്കെ വളരെ ഫലപ്രദമാണ്. എല്ല് ബലപ്പെടാനും അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും എല്ലാം ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ നെയ്യുടെ ഉപയോഗം മസിൽ വേദനയ്ക്കും മസിലിൻ്റെ പിടുത്തത്തിനും എല്ലാം വളരെ ഫലപ്രദമാണ്. പേശിവേദനയ്ക്ക് നമുക്ക് നെയ്യ് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി ആ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുതുവേദന, നടുവേദന, ഇതുപോലെയുള്ള മസിൽ പിടുത്തം കൊണ്ടുണ്ടാകുന്ന വേദനകളെല്ലാം മാറാൻ സഹായിക്കുന്നതാണ്. ഈ നെയ്യും ഈ ഉപ്പും കൂടെ ചേർത്ത് ചൂടാക്കി ഇട്ട് കൊടുക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതുതന്നെ ഒഴിച്ചു നിർത്തുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. മസിൽ പെയിനും മസിൽ റിജിഡിറ്റിക്കും എല്ലാം വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ നെയ്യും തഴുതാമയുടെ നീരും ഇലയെടുത്തിട്ട് അതിൻ്റെ നീരും ചേർത്ത് ഉപ്പും ചേർത്ത് ചൂടാക്കി നീരുള്ള ഭാഗത്ത് പുരട്ടുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. നീര് വലിയാനും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള വേദനയും എല്ലാം ശമിക്കാനും ഇത് സഹായകരമാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോആർത്രൈറ്റിക് കണ്ടീഷൻസിനും ഇതേപോലെ നെയ്യും അലോവേറ ജെല്ല്, അതായത് കറ്റാർ വാഴയുടെ നീരും എടുത്ത് ചൂടാക്കി അല്പം രാസ്നാദി പൊടിയും കൂടെ ചേർത്ത് അവിടെ കെട്ടിവെക്കുന്നതും ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലുള്ള സന്ധിവാതം പോലുള്ള കണ്ടീഷൻസിനും വളരെ ഫലപ്രദമാണ്.